കേരളത്തിലെ സ്കൂൾ കോളേജുകളെല്ലാം വയലൻസിലോട്ട് പോയി കഴിഞ്ഞു. നമ്മൾ പിടിവിട്ടാത്ത പോലെ കാര്യങ്ങൾ നീങ്ങി. ഇവിടെ വാഴച്ചൽ, തിരുവനന്തപുരത്തെ വാഴച്ചൽ സ്വകാര്യ അവിടുത്തെ കോളേജിലെ കുട്ടികളും അവിടുത്തെ എതിർ കുട്ടികളും തമ്മിൽ ഏറ്റുമുട്ടി വളരെയധികം പേർക്ക് പരിക്കേറ്റുണ്ടായി. ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികൾക്കും പ്രശ്നമുണ്ട്. അതിനടുത്തുള്ള GSSൽ ഒരു പെൺകുട്ടിക്ക് അവരെ നായ്ക്കരണം പൊടി ദേഹത്ത് തേച്ച് 15 ദിവസമായിട്ട് ആ കുട്ടി ആശുപത്രി കിടക്കുകയാണ്. അത് ആൺകുട്ടികൾ തേച്ചോ പെൺകുട്ടികൾ തേച്ചോ എന്ന് എനിക്കറിയില്ല. അതിനെ സംബന്ധിച്ച് പോലീസ് ഇപ്പം കേസെടുത്തിരിക്കുകയാണ്. പൊതുവെ തിരുവനന്തപുരത്തെ ഈ റൂറലുള്ള പല സ്കൂളിലും കോളേജിലും വയലൻസിലേക്ക് പോയി കഴിഞ്ഞു കുട്ടികൾ. അതുപോലെ താമരശ്ശേരിയിലും അത് തന്നെ നമ്മൾ കണ്ടു. 2-3 പ്രാവശ്യമായിട്ട് ഏറ്റുമുട്ടുന്നത് നമ്മൾ കണ്ടു. അത് CCTV ദൃശ്യത്തിലും TV-കാരുടെ ദൃശ്യത്തിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വാഴച്ചലിലുണ്ടായ സംഭവത്തിന് ഒരാൾ തറയെ വീണിട്ടും തറയെ കിടന്ന് അയാൾ തൊഴിക്കുന്നതും അയാളുടെ പുറത്ത് കയറി മറ്റുള്ളവർ തൊഴിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. കുട്ടികൾക്ക് എവിടെ നിന്നാണ് ഈ പ്രചോദനം കിട്ടുന്നത്? നമ്മളത് ചിന്തിക്കണം. നമ്മുടെ കുട്ടികൾ, ചെറുപ്പക്കാർ, 18 വയസ്സിനകത്തുള്ളവരെല്ലാം വയലൻസിലേക്ക് പോകുന്നത് എന്തുകൊണ്ട്? അത് ചിന്തിക്കണം. ഗവൺമെൻറ് ചിന്തിക്കണം, അത് വിദ്യാഭ്യാസ ഡയറക്ടറും ചിന്തിക്കണം, പോലീസ് തലപ്പത്തിരിക്കുന്നവരും ചിന്തിക്കണം. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെല്ലാവരും വയലൻസിലേക്ക് പോകുന്നത്? ഇവിടെ മാത്രമല്ല, നമ്മൾ പൂക്കോട് കണ്ടു വയലൻസ്, ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കോട്ടയത്തെ നഴ്സിംഗ് കോളേജിൽ നമ്മൾ കണ്ടു കുട്ടികൾ അവർ പരസ്പരം കോമ്പസ് കൊണ്ട് ശരീരം കീറി, ആ കീറിയ സ്ഥലത്ത് ഡെറ്റോളും ലോഷനും ഒഴിക്കുന്ന കുട്ടികൾ കണ്ടു. അത് മൃഗതൃഷ്ണ ഉള്ളവർ തന്നെയാണ് ആ കുട്ടികളെന്നും യാതൊരു സംശയമില്ല. എന്തുകൊണ്ടാണ് കുട്ടികളെല്ലാം ഈ രീതിയിൽ മൃഗങ്ങളെക്കാളും കഷ്ടമായ രീതിയിൽ ആക്രമിക്കപ്പെടുന്നത്, മറ്റുള്ളവരെ ആക്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഭൂരിപക്ഷവും നമ്മൾ TV-യിലും അതുപോലെ തന്നെ ഡിജിറ്റലായിട്ട് കാണുന്ന സിനിമകളിൽ നിന്നും നമ്മുടെ തിയേറ്ററിലെത്തുന്ന സിനിമകളൊക്കെ തന്നെയാണ് അതിൻ്റെ വയലൻസിൻ്റെ ഒരു കാരണം. മാർക്കോ കണ്ട് എല്ലാവരും ഭയങ്കര കളക്ഷൻ 100 കോടി, മനുഷ്യനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമ ഉണ്ടാക്കിയിട്ട് 100 കോടി കളക്ഷൻ എടുക്കുന്നവരെ തീർച്ചയായിട്ടും പ്രതിയാക്കണം. അതിൽ യാതൊരു സംശയമില്ല. കാരണം അവരാണ് നമ്മുടെ ഈ സമൂഹത്തിലെ കുട്ടികളെ നശിപ്പിക്കാൻ നല്ലൊരു പങ്കും അവർക്കുണ്ട്. മാർക്കോ ഒന്ന് മാത്രമല്ല, അതിൻ്റെ പ്രൊഡ്യൂസർക്ക് 100 കോടി രൂപ കിട്ടിയതുകൊണ്ട് സമൂഹത്തെ നശിച്ചാലും വേണ്ടില്ല, അവർക്ക് അടുത്ത 100 കോടി 200 കോടി കിട്ടാൻ വേണ്ടിയിട്ട് മാർക്കോ 2 വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഗവൺമെൻറ് സീറ്റ് ഇതിന് ഫിലിം സെൻസർ ബോർഡിൻ്റെ ഏത് സർട്ടിഫിക്കറ്റ് കിട്ടിയാലും ശരി, കേരളത്തിലെ ഗവൺമെൻറ് ഇത് നിരോധിക്കണം. ആ രീതിയിലുള്ള സിനിമകൾ കേരളത്തിലെ ഒരു തിയേറ്ററിലും കാണിക്കാൻ പാടില്ല. കാരണം അത് മറ്റുള്ള സ്ഥലത്ത് കാണിച്ചോട്ടെ, സർക്കാരിൻ്റെ ഉത്തരവാദിത്തം സർക്കാർ അത് പ്രകടിപ്പിക്കണം, കാണിക്കണം. അതുപോലെ കുട്ടികളെ വയലൻസിലേക്ക് സഞ്ചരിപ്പിക്കുന്ന ഈ രംഗങ്ങൾ നമ്മളിപ്പം ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ TV കൂടെ കാണുന്ന രംഗങ്ങളെല്ലാം സിനിമയിൽ കണ്ട് അത് ആവർത്തിക്കപ്പെടുന്നതാണ്. തറയിൽ കിടക്കുന്ന ആളുടെ തലയിലും കിടക്കുന്ന ആളുടെ നെഞ്ചിലും തലയിലും ഒക്കെ ചവിട്ടുന്നത് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ചവിട്ടി കൊല്ലുന്നതാണ് കണ്ടിരിക്കുന്നത്. ഈ കുട്ടികളെല്ലാം അതേ പ്രവൃത്തി ആവർത്തിക്കപ്പെടുന്നുണ്ട്. മലയാളത്തിൽ ഇറങ്ങിയ ചില സിനിമകൾ തീർച്ചയായിട്ടും സർക്കാർ അത് പരിശോധിച്ചിട്ട് അത് ഇവിടുത്തെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരും അതുപോലുള്ള ചിന്താശക്തി ഉള്ളവരെ കൊണ്ടുവന്നിട്ട് അത് കുട്ടികൾ എന്തുമാത്രം ചെലുത്തുന്നുണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടി ആ സിനിമകളെല്ലാം കാണണം. മാർക്കോ 1 കാണണം, മൈക്കിൾ എന്ന് പറയുന്ന സിനിമ കാണണം. അതുപോലെ തന്നെ ഓഫീസർ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ട്. നല്ല വശങ്ങളും ചീത്ത വശങ്ങളും അതിനകത്തുണ്ട്. ആവേശം എന്ന സിനിമയുണ്ട്. ഇതെല്ലാം കേരളത്തിൽ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരാളും ഇവിടെ പണം ഉണ്ടാക്കണ്ട, അങ്ങനെ സിനിമാ വ്യവസായത്തെ ഇവിടെ പ്രോത്സാഹിപ്പിക്കേണ്ട. കാരണം അങ്ങനെയുള്ള പ്രോത്സാഹനം കൊടുത്ത് നമ്മുടെ സമൂഹം നശിച്ചു, നമ്മുടെ കുട്ടികൾ നശിച്ചു, നമ്മുടെ 2 തലമുറ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള സിനിമകൾ ഡിജിറ്റലായിരുന്നു കണ്ടോട്ടെ വീട്ടിലിരുന്ന്. പക്ഷേ സർക്കാർ ചെയ്യാനുള്ളത് സർക്കാർ ചെയ്യണം. ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ അതിൻ്റെ സെൻസർ ബോർഡ് കൊടുത്താലും ശരി, അത് പ്രോഹിബിറ്റ് ചെയ്യണം. തിയേറ്റർ ഉടമകളും സർക്കാരിനോടും പൊതുജനങ്ങളോടും സഹകരിക്കണം. അങ്ങനെയുള്ള സിനിമകൾ വേണ്ട. നമുക്കറിയാവില്ല എങ്ങനെയാണ് സിനിമ എടുക്കേണ്ടത്, അതൊക്കെ ആസ്വദിച്ച് കുട്ടികൾ പഠിക്കട്ടെ. വയലൻസ് കാലുവെട്ടുന്നതും കൈവെട്ടുന്നതും തലവെട്ടുന്നതും അപ്പനെ അമ്മയെ എങ്ങനെയാണ് ആക്രമിക്കുന്നതൊക്കെ, ഒരു കൊച്ചിനെ എങ്ങനെയാണ് കെട്ടിത്തൂക്കേണ്ടതൊക്കെ, അത് ആ രീതിയിലുള്ള ഒഫൻസുകൾ ധാരാളം കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ താമരശ്ശേരിയിലും വാഴച്ചലും ഇവിടെ എല്ലാം കണ്ടു തുടങ്ങി. കോട്ടയത്തും കൊല്ലത്തും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പൂക്കോടും എല്ലായിടത്തും നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. വയലൻസ് എറപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും അത് കുട്ടികളിൽ നിന്നാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം കാണിക്കണം. ഇവിടെ ചില വിദ്യാഭ്യാസ ഡയറക്ടർമാരും പല മഹാന്മാരും ഇവിടെയുണ്ട്. ആരും ഒന്നും ചെയ്യുന്നില്ല. അവരെയൊക്കെ ഒന്നെങ്കിൽ പിരിച്ചുവിടണം, അല്ലെ ഇങ്ങനെയുള്ള കേസുകൾക്ക് ഉത്തരവാദിത്തം അവരെ കൂടെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ അവർ ഉത്തരവാദിത്തം കാണിക്കുകയുള്ളൂ. കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെ അവിടുത്തെ പ്രിൻസിപ്പളും അവിടുത്തെ അധ്യാപകരും
കൈയൊഴിഞ്ഞ് നിൽക്കുന്നതാണ്. അവരെയും കൂടെ ആ കേസിനകത്ത് പ്രതിയാക്കണോ അല്ലെങ്കിൽ അവരെ പിരിച്ചുവിടണം. കാരണം എന്താണ് ഈ കുട്ടികളെ ഇങ്ങനെ അഴിഞ്ഞാട്ടി വിട്ട് അവർ സൂഹിക്കുമ്പോൾ ഇവിടെ സമൂഹത്തിനുണ്ടാകുന്ന പ്രതിഫലനം എന്താണെന്ന് അധ്യാപകരും പ്രിൻസിപ്പളും മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു. അതുകൊണ്ടാണ് ഞാൻ അവരെ പ്രതിയാക്കി. കോടതി പോയെങ്കിൽ മാത്രമേ അവർക്കിത് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ അവർ ശമ്പളം വാങ്ങിച്ചാൽ അവർ മുദ്രാവാക്യം വിളിച്ച് സ്കൂളും പരിസരത്തൂടെ നടന്ന് അവർ സുഖമായിട്ട് ജീവിച്ചങ്ങ് പോകും, റിട്ടയർമെൻറ്റും വാങ്ങിക്കും. അതല്ല അവരുടെ ഉത്തരവാദിത്തം. കുട്ടികളെ ഗ്രൂം ചെയ്ത് നല്ല കുട്ടികളായി വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാ കോളേജിലെയും, പ്രൊഫഷണൽ കോളേജായാലും ശരി അല്ലാത്ത കോളേജായാലും ശരി, അവിടുത്തെ പ്രിൻസിപ്പളിനും അവിടുത്തെ അധ്യാപകർക്കും ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾ കൈവിട്ട് പോയി കഴിഞ്ഞത് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോണം സമൂഹവും ഉത്തരവാദിത്തപ്പെട്ട ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ. കാരണം എല്ലാ സ്കൂളുകളിലും ഇതുപോലുള്ള വയലൻസിലേക്ക് വന്നു കഴിഞ്ഞു. ഇതിന് അടിയന്തരമായി എന്തെങ്കിലും ചെയ്തേ ഒക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്കറിയാം അഫാൻ പോലെ അല്ലെങ്കിൽ ധാരാളം കുട്ടികൾ ആ രീതിയിൽ വയലൻസിലേക്ക് വന്ന് അവർ കൊല്ലുന്നതും അവർ ബ്ലഡ് കാണുന്നതും അവർക്ക് വലിയ ആഹ്ലാദം ലഭിക്കുന്ന സംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കേരളത്തിൽ ഞാൻ കാണുന്നു. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഇതിനൊരു പരിഹാരം ഗവൺമെൻറ് അടിയന്തരമായി ഉണ്ടാക്കണം.